നമസ്കാരം, ഞാൻ ശങ്കർദാസ് വയലാർ. സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളേവർക്കും സഹർഷം സ്വാഗതം. രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് കൊല്ലവർഷം 1201 ചിങ്ങമാസത്തിൽ മകരക്കൂറുകാർ അനുഭവിക്കുന്ന പൊതുവായ ഗോചരവശാലുള്ള ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും. കൊല്ലവർഷം 1200 കർക്കിടക മാസം 31-ാം തീയതിക്ക് തുല്യമായ ക്രിസ്തുവർഷം 2025 ആഗസ്റ്റ് മാസം 16-ാം തീയതി അസ്തമിച്ച് രാത്രി 1:52 അതായത് കൊല്ലവർഷം 1201 ചിങ്ങമാസം 1-ാം തീയതി അതിപുലർച്ചെ ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രം 4-ാം പാദത്തിൽ ചിങ്ങ രവി സംക്രമം. മകരക്കൂറ് ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടം, അര നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറുകാർക്ക് ഈ വർഷാരംഭത്തിൽ വ്യാഴം 6-ാം രാശിയിൽ സഞ്ചരിക്കുന്നു. 7.5 ശനി ദോഷം എല്ലാം തീർന്നു. ശനി 3-ാം രാശിയിലാണ് സഞ്ചാരം. 2-ാം രാശിയിൽ രാഹുവിൻ്റെ സ്ഥിതിയും അതിൻ്റെ 7-ാം രാശിയിൽ കേതുവും സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ധനപരമായ ക്രയവിക്രയാദി വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. 7.5 ശനി ദോഷങ്ങളെല്ലാം തീർന്ന് നിലവിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി ഗൃഹനിർമ്മാണത്തിലെ ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങുന്ന ഒരു സമയമാണ്. ഗൃഹനിർമ്മാണം പുരോഗമിക്കുന്നതിനുള്ള ഒരു സാധ്യതയുള്ള സമയവും, എന്നാൽ അപ്രതീക്ഷിതമായ ചില ധനനഷ്ടത്തിനുള്ള സാധ്യതയും പതനം പോലുള്ള കാര്യങ്ങൾക്കും ശരീരക്ഷതത്തിനുമൊക്കെയുള്ള സാധ്യതയും, വ്യാഴം 6-ാം രാശി സഞ്ചരിക്കുന്നതുകൊണ്ട് ശസ്ത്രക്രിയാദി വിഷയങ്ങൾക്കുള്ള സാധ്യതയുമൊക്കെ ഉള്ള ഒരു വർഷമായിട്ട് കണക്കാക്കാം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ വയ്ക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ്. വർഷമധ്യം കഴിഞ്ഞാൽ വിവാഹ തടസ്സം നേരിട്ടുന്നവർക്ക് വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയും, അതുപോലെ തന്നെ ദാമ്പത്യത്തിലെ അലോസരങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിക്കുന്നുള്ള സാധ്യതയും ഉണ്ട്. നിലവിലെ 7.5 ശനി ദോഷം തീർന്നിരിക്കുന്നത് കൊണ്ട് ഭൂമിപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. കുടുംബപരമായിട്ടുള്ള തർക്കങ്ങളുമെല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ തന്നെയും 2-ൽ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് ചില വാഗ്ദോഷങ്ങൾ മൂലമുള്ള ശത്രുത ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും വന്നു ചേരുന്ന ഒരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമാണ് മകരക്കൂറുകാർ കൊല്ലവർഷം 1201 അനുഭവിക്കുക എന്ന് സാരം. ദോഷപരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി, ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അഷ്ടോത്തരാർച്ചന, നെയ്വിളക്ക്, പക്കപ്പിറന്നാൾ തോറും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രാർച്ചന ഇവയെല്ലാം നടത്തി ദോഷശാന്തി വരുത്തണം. കലാ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ്. കാര്യം അപകീർത്തി സാധ്യതയുള്ള ഒരു കാലമായിട്ട് കണക്കാക്കാം. കൊല്ലവർഷം 1201 മകരക്കൂറുകാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെയാണ് നമ്മൾ വിശകലനം ചെയ്തത്. ജാതക ഫലങ്ങൾക്കനുസൃതമായി ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങളുണ്ടാകാം. എല്ലാ മകരക്കൂറുകാർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.